എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇവിടെ നോക്കി കണ്ടുപിടിച്ചിട്ട് അതിൽ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലിൻ്റെ പടമുണ്ട്. ആ ബെല്ലേക്കൺ നിങ്ങളൊന്ന് കിണുകിണ എന്നടിച്ചു വെക്കുക. അപ്പോൾ നമ്മളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപട എത്തുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ തീരെ റീച്ച് ഇല്ലാത്തൊരു സമയമാണ്. സഹായിക്കാൻ മനസ്സുള്ളവരെല്ലാം ദയവ് ചെയ്തൊന്ന് സഹായിക്കുക. അതോടൊപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നേരെ കമൻറ്റ് ബോക്സിൽ വരിക, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ആ കമൻറ്റുകളാണ് ഈ വീഡിയോ മറ്റൊരാളുകളിലേക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇനീഷ്യൽ പുള്ള് കൊടുക്കുന്നത്. അപ്പോൾ സാധിക്കുന്നവരെല്ലാം എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇടുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ വായിക്കാനും അതിന് മറുപടി തരാനും ഞാനിവിടെ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ കൂടുതൽ ലാഗടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഷാൻ റഹ്മാൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറെ നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഈ മ്യൂസിക് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മുടെ മൂപ്പൻസ് വ്ലോഗിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും വലിയൊരു വീഡിയോ ആണ്. അതിനെ ഇത്രയാക്കാൻ ശ്രമിച്ച് ഞാനിവിടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സംഭവം ഇത്രേ ഉള്ളൂ, വളരെ ഗഗനമായ പ്രശ്നമാണ്. ഈ ഷാൻ റഹ്മാൻ്റെ ഒരു പ്രോഗ്രാം ഉയരെ 2025 എന്നും പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എല്ലാം കൂടെ ഈ ഷാൻ റഹ്മാനും സൈറ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഏൽപ്പിച്ചിരുന്നത് നിജു എന്ന് പറയുന്നൊരു പുള്ളിക്കാരനെയാണ്. ഈ പുള്ളിക്കാരൻ്റെ 38 ലക്ഷം രൂപയോളം ചിലവാക്കി ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് പടത്തിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം വേണ്ടി പടത്തിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ മൊത്തം ചിലവ് അദ്ദേഹത്തിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് പണം തിരിച്ചു വെച്ചപ്പോൾ പോടാ വലിയ എന്ന് പറഞ്ഞു. അതാണ് സംഭവം. അതായത് ഈ ഒരു കോൺസെപ്റ്റിന് വേണ്ടി പണം ഇറക്കിയ ഉയരെ 2025 വേണ്ടി പണം ഇറക്കിയ ആൾ വളരെ വിഷമത്തോടെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ട് നമുക്ക് പോകാം. നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായ രൂപം കാണണമെങ്കിൽ നിങ്ങൾ മൂപ്പൻസ് വ്ലോഗിൽ തന്നെ പോയി കാണുക. 7 മിനിറ്റുള്ളൊരു വോയിസും 6 മിനിറ്റുള്ളൊരു വോയിസുമാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കേൾപ്പിക്കുന്നത് കേട്ടോ. ഷാനിക്കായാലും ശരി, സൈറത്തായാലും ശരി, രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ പറ്റിക്കുക ചെയ്തത്. കാരണം 2025 ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത്. ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് വീരയുടെ. ബട്ട് ഈ നിമിഷം വരെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒറ്റ രൂപ പോലും നമുക്ക് തരുന്നില്ല. വെറും പൈസ ചോദിച്ചപ്പോഴത്തേന് പ്രൊമോഷൻ കിട്ടി നിനക്ക് എന്നുള്ള രീതിയിലുള്ള സംസാരം പറയുന്നത്. എൻ്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയത് എൻ്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്തത്. അങ്ങനെ ടോക്കോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതായത് 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അദ്ദേഹത്തെ കൊണ്ട് ചിലവാക്കിയ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് വാക്കാൽ ഉറപ്പേ ഉള്ളൂ. ഇവരുടെ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി ഇദ്ദേഹം ഷാൻ റഹ്മാനെതിരെ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുമെതിരെ ആ FIR പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം മൂപ്പൻസ് വ്ലോഗിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ വാക്കാൽ ഉറപ്പിച്ചു. അദ്ദേഹം എഗ്രിമെൻറ്റ് ചെയ്യാൻ തയ്യാറായില്ല. അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് പണം തിരിച്ചു വെച്ചപ്പോൾ നിനക്കെന്തിനാ പണം, നിനക്ക് പ്രൊമോഷൻ കിട്ടിയില്ലേ, നിൻ്റെ കമ്പനിയുടെ പേര് 4 പേര് അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചെന്ന് പറയുന്നു. ഈ ഷാൻ റഹ്മാനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ മുമ്പ് തൊട്ടേ പുള്ളി തൊടുന്ന പടങ്ങളിലെല്ലാം ഹിറ്റുകൾ മാത്രമാണ് പുള്ളി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഹിറ്റ് സംഗീത സംവിധായകൻ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം നല്ല എമൗണ്ട് കാണും. ഈ പറയുന്ന ഉയരെ 2025 എന്ന് പറയുന്ന കോൺസെപ്റ്റ് വൻ വിജയമായിരുന്നു. അതിനകത്തൂടെ നല്ല എമൗണ്ട് വന്നു കാണും. പിന്നെ എന്തുകൊണ്ടാണ് ഈ പണത്തിൻ്റെ പിന്നാലെ മാത്രം ഇവർ ഓടുകയാണോ എന്താ നമുക്കറിയില്ല. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയേ പുറത്തു വരത്തുള്ളായിരിക്കും. നമുക്കതിലും ഈ നിജു പറയുന്നത് ബാക്കിയേക്കാം. അത് കൂടാതെ ഒരു ആർട്ടിസ്റ്റിന്റെ റൂം, ഫുഡ്, ട്രാവല് ഇതെല്ലാം എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. സൈറത്തെയും ഷാൻ റഹ്മാനെയും ചേർന്നിട്ട് എന്നെ കൊണ്ടാണ് ഫുള്ള് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ 1 രൂപ തരുന്നില്ല. ഓൾമോസ്റ്റ് നിലവിൽ ഒരു 38 lakhs എൻ്റെ കയ്യിൽ നിന്ന് സ്പെൻഡായി ഈ നിമിഷം വരെ. അതെല്ലാം അക്കൗണ്ടിൽ കൂടെയാണ് ചെയ്തേക്കുന്നത്. 1 രൂപ ക്യാഷ് ആയിട്ട് ചിലവാക്കിയിട്ടില്ല. എല്ലാം അക്കൗണ്ട് ത്രൂ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. അതായത് 38 ലക്ഷം രൂപയോളം ഇദ്ദേഹം ചിലവാക്കി ആ ഒരു ഷാൻ റഹ്മാൻ്റെ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഷാൻ റഹ്മാൻ്റെ ചിലവുകൾ, ഗസ്റ്റിൻ്റെ റൂമുകൾ, പാർക്കിംഗ് സ്ലോട്ട്, മറ്റ് ബൗൺസേഴ്സിൻ്റെ ചാർജസ്, ഇതെല്ലാം ഷാൻ റഹ്മാൻ ഇദ്ദേഹത്തെ കൊണ്ട് എടുപ്പിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കൊള്ളല്ലേ, നൈസ് പരിപാടിയാണ്. ബാക്കി കേൾക്കാം. എന്നെ ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരുന്നു. എത്ര വർഷം നഷ്ടം വരില്ല, നിന്റെ പൈസ തരാന്നുള്ള രീതിയിൽ. അല്ലാതെ പുള്ളി വന്നിട്ട് എനിക്ക് നഷ്ടം വരും, നിനക്ക് ഞാൻ പൈസ തരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ ഇൻവെസ്റ്റ് ചെയ്യിക്കത്തില്ലോ. അപ്പോൾ നമ്മൾ ഒരാളെ പറ്റിക്കാൻ നോക്കുമ്പോഴത്തേനും ഭയങ്കര വിജയമായിരിക്കണം, ഇഷ്ടം പോലെ പൈസ കിട്ടുകയെന്ന് പറഞ്ഞ് തന്നെ ചെയ്യത്തുള്ളൂ. ആ ഒരു ടാക്ടിക്സ് തന്നെയാണ് ഷാൻ റഹ്മാൻ ഇവിടെ പയറ്റിയെന്നാണ് ഇദ്ദേഹവും പറയുന്നത്. അപ്പോൾ അതായത് ഈ പ്രോഗ്രാം വൻ സക്സസ് ആയിരിക്കും. കോടികൾ നമ്മുടെ വന്നറിയും. നിൻ്റെ ഒരു 38 ലക്ഷം രൂപ അത് ഞാനങ്ങ് തന്നെ സെറ്റിൽ ചെയ്യും. അത്രേ ഉള്ളൂ സംഭവം. ഈ ഒരു ലെവലിലാണ് ഇദ്ദേഹത്തെ പറഞ്ഞ് മിസ്ലീഡ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഷാൻ റഹ്മാൻ ഉണ്ടായിരുന്നു, വിനീത് ശ്രീനിവാസൻ ഉണ്ടായിരുന്നു, ഒരുപാട് മറ്റേ ജീവ പോലത്തെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റവന്യൂ സ്പോൺസേഴ്സ് മുഖാന്തരവും ആ ഷോ വന്ന ആളുകൾ മുഖാന്തരം എല്ലാം ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതായത് ബുക്ക് മൈ ഷോയിലൂടെ ഈ ടിക്കറ്റ് വിറ്റ് തീരുമ്പോഴത്തേനും 10,000 ടിക്കറ്റോളം മിനിമം അവർ വിറ്റ് തീർക്കും. ആ ബുക്ക് മൈ ഷോയിൽ നിന്ന് വിറ്റ ടിക്കറ്റിൻ്റെ പൈസ വരുമ്പോഴത്തേനും നിന്നെ സെറ്റിൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ചെയ്തത്. ഇതിനകത്തൊരു എഗ്രിമെൻറ്റ് ചെയ്യാത്തതാണ് ഇവർക്ക് പറ്റിയ പിഴവ്. എഗ്രിമെൻറ്റ് അവർ ചെയ്യാത്തത് ഓൾറെഡി
അവന് 2 തേപ്പ് വെച്ച് കൊടുക്കാന്നുള്ള ചിന്ത തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ടോട്ടൽ ഒരു 1 കോടി രൂപയുടെ ചെയ്യാൻ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ നിന്റെ പൈസ എന്തായാലും നമ്മൾ തരാം, നമുക്ക് ടിക്കറ്റ് ഷോ ചെയ്ത് ബുക്ക് മെഷീൻ പേയ്മെന്റ് വരുമ്പോൾ നിന്റെ 35 lakhs തരാന്നുള്ള രീതിയിൽ ആണ് എന്നോട് പറഞ്ഞിരുന്നത്. അതിന് കൺവിൻസിങ് ആവുന്ന രീതിയിൽ കുറെ വാട്സപ്പിൽ നെവിൽ എനിക്ക് മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. സ്പോൺഷിപ്പ് ആയിട്ടുണ്ട്, 35 lakhs സ്പോൺഷിപ്പ് ആയിക്കൊണ്ട് മാർക്കറ്റിംഗ് ക്രിയേറ്റീവ്സ് എല്ലാം ടീം ചെയ്തോളും, നീ പ്രൊഡക്ഷൻ മാത്രം ചെയ്തു കൊടുത്താൽ മതി, പ്രൊഡക്ഷന്റെ എമൗണ്ട് ബുക്ക് മൈ ഷോ കഴിയുമ്പോൾ ഉടനെ പേയ്മെന്റ് ഒന്നുടനെ തരാമെന്നുള്ള രീതിയിൽ. മീൻസ് ഷോ കഴിഞ്ഞിട്ടാണ് എന്റെ പേയ്മെന്റ് മൊത്തം പറഞ്ഞിരുന്നത്. അപ്പൊ അത് കൺവിൻസിങ് ആവുന്ന രീതിയിൽ കുറെ സ്പോൺഷിപ്പ് ഉണ്ടെന്നും അതുണ്ടെന്നും ഷോ ഭയങ്കര വിജയമായിരിക്കും, മിനിമം 10,000 ക്രൗഡ് കയറും എന്നുള്ള രീതിയിൽ അപ്പൊ എന്നെ കൂടെ നിർത്തി തന്നെ ചെയ്തു. ഇതിനിടയ്ക്ക് എന്നെ കൺവിൻസിങ് ആക്കാൻ വേണ്ടി ബാൻഡിന്റെ പ്രൊഡക്ഷൻ മാനേജർ ആക്കുന്നു, നീ എല്ലാ കാര്യവും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടുണ്ട്, നീ ഇപ്പം ബാൻഡിലൊരു പ്രൊഡക്ഷൻ മാനേജർ വേണം, അത് നീ ആയാൽ മതി എന്നുള്ള രീതിയിൽ കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളും. ഈ പുള്ളി പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഷാൻ റഹ്മാൻ നല്ല അടുത്തൊരു കൺവിൻസിങ് സ്റ്റാർ എന്ന പദവിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഈ ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഷാൻ റഹ്മാൻ്റെ ടീമുകളൊക്കെയാണ് സംസാരിച്ചതും ഈ പുള്ളിനെ പലതും പറഞ്ഞ് കൂടെ നിർത്തിയതും പല തരത്തിലും കൺവിൻസ് ചെയ്തതെല്ലാം. ഈ 35 ലക്ഷം രൂപ ആദ്യം ഇവിടെ 35 എന്ന് പറയുന്നു, പിന്നെ 38 എന്ന് പറയുന്നു. ഇദ്ദേഹം പറയുന്നതിനകത്ത് ആ വൈരുദ്ധ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ബാക്കി കേൾക്കാം. നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും അതുകൊണ്ട് നീ ചെലവാക്കിയ കാശ് നിനക്ക് കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. എനിക്ക് പൈസ തരാം, എന്റെ 35 lakhs എന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് അത് ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞു. ഇതിപ്പോ 35 lakhs പുറത്ത് തന്നെ അവർ ചെലവാക്കേണ്ട കാശായിരുന്നു. എന്റർടൈൻമെന്റ് ടാക്സ്, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ, ആർട്ടിസ്റ്റിന്റെ റൂം, ഫുഡ്, ട്രാവല് എല്ലാം എന്നെ കൊണ്ട് എടുപ്പിച്ചത്. കൂടാതെ ഈ ബൗൺസേഴ്സിൻ്റെ അതും ഇതും എല്ലാം എടുപ്പിച്ചു കേട്ടോ. അതായത് ഒരുത്തിനെ തേക്കുക എന്ന് പറഞ്ഞാൽ ആട്ടപടല തേക്കുക, അതായത് അവൻ്റെ അടിക്കൽ ഇളക്കുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 35 ലക്ഷം രൂപ 38 ലക്ഷം രൂപ ലോസ് വരിക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ പണമുള്ള ആളായിക്കോട്ടെ, ഒരു 38 ലക്ഷം രൂപയുടെ ലോസ് അദ്ദേഹത്തിന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റാത്ത സാധനമാണ്. അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ല. പണത്തിന് മേളി മറ്റേ കാക്കക്കുയിലും പറക്കത്തില്ലെന്നാണല്ലോ. വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് പറ്റിക്കണമെന്ന മെന്റാലിറ്റിയിലാണ് ഞാൻ. നവംബർ 26 തൊട്ട് എഗ്രിമെന്റ് ചോദിക്കുന്നു, പ്രോപ്പർ എഗ്രിമെന്റ് തരുന്നില്ല. ഏറ്റവും അവസാനം ഷാൻ റഹ്മാൻ ഡയറക്റ്റ് പോയി കണ്ടു. ഞാൻ എഗ്രിമെന്റ് ഞാൻ അവരോട് ബാക്കൗട്ട് ചെയ്തു. ജനുവരി 12 ഞാൻ ബാക്കൗട്ട് ചെയ്തു. ഞാൻ ചെയ്യുന്നില്ല, എഗ്രിമെന്റില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു കൂട്ടത്തിലുള്ള നിമിഷം വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിനക്ക് എന്ത് ഷാനിക്കയോട് സംസാരിക്കാൻ, ഡയറക്റ്റ് ഷാൻ ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ഷാനിക്കെ വിളിച്ചിട്ട് ഷാനിക്കോടെ നേരിട്ട് കടന്ന് സ്റ്റുഡിയോയിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു. ഞാൻ കറഞ്ഞു, ഷാനിക്ക ഞങ്ങളുടെ ഞാൻ ബാക്കൗട്ട് ചെയ്യാൻ ഒരു എനിക്ക് കളയാനില്ല ഷാനിക്ക, ഞാൻ ബാക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ 2 ദിവസം നിനക്ക് എല്ലാം ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു ഷാനിക്ക. വന്നിട്ടും ആയില്ല, പ്രോപ്പർ എഗ്രിമെന്റ് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു ഷാനിക്ക പറഞ്ഞു നാളെ രാവിലെ നിനക്ക് എല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 19 രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു. ഞാൻ മീറ്റിങ്ങിനായിട്ട് ഇവിടെ ഇറങ്ങുന്നു, എറണാകുളത്തുനിന്ന്. അത്രവരെ ഇറങ്ങുന്ന സമയത്ത് ഷാനിക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാനിക്കയുടെ വൈഫ് സൈറായത്തേക്ക് മൈഗ്രൈന ഭയങ്കര മീറ്റിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുവാടാ, നമുക്കിപ്പോൾ ഈ മീറ്റിംഗ് കൂടണ്ടാന്ന്, വൈകുന്നേരത്തേക്കോ നാളെ രാവിലെ തന്നെ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു. ഞാനത് കേട്ടു. സുഖമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ബ്രോ പറയുന്നത്? ഞാൻ ഓക്കെ ഞാൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അന്ന് തന്നെ വിളിച്ചില്ല. പിറ്റേ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു, എടുത്തില്ല. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് നീ ഒരു ടെൻഷനും വേണ്ട, ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാം, നിന്റെ ലാഭമായാലും നഷ്ടമായാലും നിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ തരാം, 35 lakhs ഞാൻ തരാം എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നു. എന്നിട്ട് ഇപ്പം ഷോ കഴിഞ്ഞു. ഭയങ്കര അഭിപ്രായം, ഭയങ്കര ഇത്രയും വലിയൊരു ഹെവി പ്രൊഡക്ഷൻ കൊച്ചി നടക്കാത്ത രീതിയിൽ വലിയൊരു ഷോ നടന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി, ഷാനിക്കാനും സേറെത്തിയാനും എല്ലാവരും ഭയങ്കര ഹാപ്പി. എന്നെ വിളിച്ച് പേഴ്സണലി എല്ലാവരും നല്ല എല്ലാ രീതിയിലും നമ്മൾ നല്ലത് പറയുന്നു. അതായത് പുള്ളി ആടപടല തേച്ചിട്ട് മോനെ പ്രോഗ്രാം കിടക്കുമായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കിട്ടില്ല സാധനം, നിന്റെ കമ്പനി വേറെ ലെവലിൽ റീച്ച്, നീ ഇനി വന്നിട്ട് നിന്റെ കമ്പനിയുടെ പേര് പറഞ്ഞ റീച്ചാ എന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളി അങ്ങ് കിളത്തി വിടുക. പക്ഷേ മുടക്കി പൈസ പുള്ളി കൊടുത്തില്ല. അതായത് ഓൾറെഡി ഒരു മീറ്റിംഗ് എല്ലാം സെറ്റ് ചെയ്തപ്പോഴത്തേനും പുള്ളി മൈഗ്രെയിൻ ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് മാറി. അതായത് ബേസിക് പുള്ളിയുടെ കോൺസെപ്റ്റ് ഇവനെ തേക്കുക, ഇവനെ തേച്ചൊട്ടിച്ച് പൈസ നമ്മൾ മാക്സിമം നമ്മൾ മുതലാക്കുക എന്നുള്ള ചിന്തയാണ് ഇദ്ദേഹം ഈ ഷാൻ റഹ്മാൻ ചെയ്തതെന്നാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പുള്ളി തേക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി ഈ പ്രോഗ്രാം അടിപൊളിയാണ്, കിഡോസ്കിയാണ്, കിടിലുമാണെന്ന് ഷാൻ റഹ്മാൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. സൈറ ഒരു മെസ്സേജ് നിജുവിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അത് തോഷിബയുടെ സൗത്ത് ഇന്ത്യയിലെ ഹെഡാണ്. അപ്പം പുള്ളി പറഞ്ഞത് AR റഹ്മാൻ ഷോ കഴിഞ്ഞിട്ട് പുള്ളി എല്ലാ ഷോസും കാണുന്ന ഒരാൾ. പുള്ളിയുടെ ടീം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹാർഡ് കോർ മ്യൂസിക് ലവേഴ്സാണ്. അപ്പൊ പുള്ളി പിന്നെ AR റഹ്മാൻ ഷോ, ഹാരിസ് ജയറാജ് ഷോ, വിദ്യാജിയുടെ ഷോ, MJ ചന്ദ്രൻ ഷോ, ഇത്രയും ഷോസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മുടെ ഷോ കാണുന്നത്. പുള്ളി AR റഹ്മാൻ ഷോ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഷോ കാണുന്നത് ഇപ്പോഴാണ്. അത് വിഷ്വൽ വൈസ് ആണെങ്കിലും സൗണ്ട് വൈസ് ആണെങ്കിലും. ഞാൻ വേണമെങ്കിൽ ആ വോയിസ് നോട്ട് അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്തരാം.
നിജു അവിടെ ഇരുന്ന് സങ്കടപ്പെടുമ്പോഴും ഇപ്പുറത്ത് നിജു ആയിരക്കണക്കിന് ആൾക്കാർ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. നിജു ഞാൻ കുറേ ഇരുന്ന് വിഷമിപ്പിച്ചിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ട്. എനിക്കെന്താണ് സാറേ പ്രയോജനം? ഞാൻ മുടക്കിയ പൈസ എനിക്ക് കിട്ടണ്ടേ? പുള്ളിയുടെ കോരിക്ക് കറക്റ്റല്ലേ? താനവിടെ ഇരുന്ന് വിഷമിക്കുമ്പോഴും അപ്പുറത്ത് ആയിരങ്ങളാണ് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം, നൈസ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഷാനിക്കയുടെ ഭീഷണി കേൾക്കാം. ഷാനിക്ക ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഭീഷണി കേൾക്കാം. ഇതിനകത്ത് നമ്മൾ ഇപ്പം നിലവിൽ മൂപ്പൻസ് വ്ലോഗിലൂടെ വന്നത് പ്രകാരം ഈ നെജു എന്ന് പറയുന്നത്, അതായത് ഈ പരിപാടിയുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റായ പ്രൊഡക്ഷൻ കോസ്റ്റ് ചിലവാക്കിയ ആളുടെ വ്യൂ പോയിന്റ് മാത്രം നമ്മൾ കേട്ടിട്ടുള്ളൂ. ഷാൻ റഹ്മാൻ്റെ വ്യൂ എന്താ നമ്മൾ കേട്ടിട്ടില്ല. അത് കേൾക്കുവാണെങ്കിൽ നമുക്ക് അതിനോടനുബന്ധിച്ചൊരു വീഡിയോ ഇടാം. നമുക്ക് ഏതായാലും ഷാൻ റഹ്മാൻ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന സാധനം നമുക്കൊന്ന് കേട്ട് വെക്കാം. കാരണം ഇത് ഏത് ആസ്പെക്റ്റാണ്, പുള്ളി എന്താണ് പറഞ്ഞത്, എന്താണ് ഇവർ തമ്മിലുള്ള ഡീലിംഗ് എന്ന് നമുക്കറിയില്ല. നമുക്ക് ഈ കേട്ടറിവാണല്ലോ മുരുകൻ എന്ന സത്യം. അല്ല എന്താണ്ടോ ബാക്കി കേൾക്കാം. വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഞാനിനി നിജുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ തീരുമാനിച്ചു. കാരണം സൈറ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരു സമാധാനവും എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്ന് മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല. ഓക്കെ, ഇന്നലെ രാവിലെ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അഗൈൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവള് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയും. കാരണം ബേസിക്കലി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവള് ഇടാനുള്ള 20 ലക്ഷം എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താണ്ടോ പിന്നാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 20 ലക്ഷത്തിൻ്റെ കണക്ക് എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഷാൻ റഹ്മാൻ്റെ സൈഡിൽ നിന്ന് കേട്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇടാനുള്ള 20 ലക്ഷം എവിടെയെന്ന് അവൾ ചോദിച്ചപ്പോൾ നിങ്ങൾ വേറെന്തോ ആ കോൺസെപ്റ്റ് മറ്റിടത്തെങ്കിലും ഞാൻ കേട്ടില്ല. സോ ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ എന്തോ ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഇനി സൈറനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗേൻസ്റ്റ് ഐ വിൽ ഗോ അഗേൻസ്റ്റ് യു. സൈറ വിൽ ഫയൽ എ കേസ് അഗേൻസ്റ്റ് യു. ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമില്ല, അവൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ ഇറക്കി അവൻ്റെ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. ചോദിച്ചപ്പോൾ ഹറാസ്മെന്റിന് ഞാൻ നിന്റെ ഒരു കേസ് കൊടുക്കണം. നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടെ പിന്നെ അവന് 35 ലക്ഷം കിട്ടാനുള്ളതിന് അവൻ 35 ലക്ഷം കിട്ടണം, 35 ലക്ഷം തരണമെന്നുള്ളതല്ലാതെ 35 ലക്ഷം കിട്ടാനുള്ളടുത്ത് അവൻ പോയിട്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ടോന്ന് ചോദിക്കാൻ പറ്റുമോ? അവന് കിട്ടാനുള്ള സാധനം അവന് പറയാനുള്ള സാധനമല്ല അവന് പറയാൻ പറ്റൂ. ഇതെന്താണിത്? ഇന്നലെ എന്തോ പറഞ്ഞല്ലോ, ഇത് ഉയരെ വന്നപ്പോഴാണ് ERP ആളുകൾ അറിഞ്ഞോ. അറോറ ഏത് പട്ടിക്കറിയാം? അറോറ ഒരു പട്ടിക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. മനസ്സിലായില്ലേ? അതൊക്കെ അറോറ പുള്ളിയുടെ ഇവന്റ് മാനേജ്മെന്റ് പേരാട്ടോ. ആ സാധനമാണ് നീ ഇവിടെ വിഷമിപ്പിക്കുമ്പോഴും അവിടെ കോടികൾ സന്തോഷിക്കുന്നുണ്ടെന്ന് പുള്ളി പറഞ്ഞേ. ഇപ്പൊ പറയുന്നത് അതൊരു പട്ടിക്ക് അറിയത്തില്ലെന്ന്. ശരിക്കും എന്താണിത്? നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖറൊക്കെ ഷെയർ ചെയ്തത് അറോറ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അറോറ ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല, ഉദയം അറിയാം, അറോറ ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക്, അതല്ല ഇവിടെ ടോപ്പിക്. ഇനി എന്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, ഒരു രീതിയിലും ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകില്ല. നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല. ഞാൻ ഇടഞ്ഞതാണ്. ഇടഞ്ഞ കൊമ്പന്റെ മുമ്പിൽ കയറി നിൽക്കുന്ന സ്വഭാവം നിനക്കുണ്ടെങ്കിൽ മാത്രമേ നീ എൻ്റെ മുമ്പിൽ വരാവുള്ളൂ. ഇടഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെശകാണ്, ഞാൻ വെറും തറയാണ്. ഞാൻ തറയല്ല, ആ ഒരു ടോണിലാണ് പുള്ളി പറയുന്നത്. നിജു അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കാരണം ഈ ഒരു സെൻസും ഇല്ലാത്ത കാര്യം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പിന്നെ ലിസൺ വൺസ് ഒന്നും അല്ല ഇടണം. നീ ഈ വോയിസ് നോട്ട് സേവ് ചെയ്ത് വെച്ചോ. നിനക്ക് ഇത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം, നീ അയച്ചു കൊടുത്തോ, എന്നാലും കുഴപ്പമില്ല. നിന്റെ ഭാഗത്ത് ഒരു സത്യവും ഇല്ല. ഇടാത്ത പൈസയുടെ കാര്യമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടാത്ത പൈസ അതെന്താണ്? അപ്പൊ ഇതിനകത്ത് വേറെ എന്തോ ഒരു 20 ലക്ഷത്തിന്റെ സാധനം ഉണ്ട് കേട്ടോ. എന്തോ ഒരു 20 ലക്ഷത്തിന്റെ ഇടപാട് ഇതിനകത്തുണ്ട്. ആ ഇടപാട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ആ ഇടപാടാണെങ്കിൽ ഷാൻ റഹ്മാൻ പറയണം. കാരണം മറ്റേ പുള്ളി ആ 20 ലക്ഷത്തിൻ്റെ ഇടപാടിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. പുള്ളി കിട്ടാനുള്ള 35 ലക്ഷത്തിൻ്റെ ഇടപാടേ പറഞ്ഞിട്ടുള്ളൂ. ഇതെന്താണിത്? കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു ഡോക്യുമെന്റേഷൻ ഇല്ല. ഇത്രയും എനിക്ക് നീ വോയിസ് നോട്ടോ റിപ്ലൈ ഒന്നും അയക്കണ്ട. ഞാനത് കേൾക്കാനും പോകുന്നില്ല, ഞാനത് കാണാനും പോകുന്നില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ വളരെ കാമായിട്ടാണ് പറയുന്നത്. ഇനി സൈറക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്തെങ്കിലും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വി ആർ ഗോയിങ് ടു മൂവ് ലീഗലി. പക്ഷേ ഈ എഗ്രിമെൻ്റ് ഇല്ല എന്നുള്ളത് പുള്ളിയുടെ പോരായ്മ കേട്ടോ. ഇപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ ഉയർ നൻപനാണെങ്കിൽ നൻപേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പ്രോപ്പർ എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഫിനാൻഷ്യൽ ഇടപാടുകളോ എന്തിടപാടുകളോ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക. ഇല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഊഞ്ഞാലാടേണ്ടി വരും, കൂടെ ഒരുത്തനും കാണത്തില്ല. ആ പാവം നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എങ്ങനെയെങ്കിലും തിരിച്ച് ദ ഹോൾ ഗ്രൂപ്പ് പറഞ്ഞു അവളോട് ഇത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ലാന്ന്. പക്ഷെ നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അവൾ പെടാപ്പാട് പെടുമ്പോൾ ഇനി അവളുടെ തലയിൽ കയറി നിരങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ എന്റെ പൊന്നു നിജു എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താ ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ കൊടുക്കണ്ടെന്നൊരു മൈൻഡ് സെറ്റ് ഇവർക്ക് ഉണ്ടായിരുന്നു. ഏത് മനസ്സിലായോ? അതായത് പലരും അവളോട് പറഞ്ഞു കൊടുക്കണത്, എന്നിട്ടും അവന് കിട്ടാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ കൊടുക്കത്തില്ല എന്നൊരു സാധനം ഓൾറെഡി ഇവരുടെ തലയിലുണ്ടായിരുന്നു. അത് നമുക്ക് ഫിക്സായി. 20 ലക്ഷത്തിൻ്റെ കേസ് മാത്രമേ എനിക്കതിനകത്ത് സംശയമുള്ളൂ കേട്ടോ. നീ ഡെയിലി വിളിച്ചിട്ട് ഇന്നലെ ഒക്കെ വിളിച്ച് പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞ് എന്താണ് എന്തെങ്കിലും ഇപ്പം അവള് പറഞ്ഞു ഡോക്യുമെന്റ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മെയിൽ അയക്കും. നീ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ അത് തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചേക്കണം. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അതും ഇല്ല. അതായത് എനിക്ക് ചക്ക വേണം, അപ്പോൾ എന്നോട് ഒരാൾ മെയിൽ അയക്കാൻ പറയുന്നു. അപ്പോൾ ഞാൻ ചക്ക വേണമെന്ന് പറയരുത്, ഞാൻ മറ്റേ ഇച്ചിരി കൂടെ വിശദമാക്കി മാറ്റി തേങ്ങ വേണമെന്നോ മാങ്ങ വേണമെന്നോ പറയണം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പ്ലാവിലുള്ള ഒരു പഴം അയക്കണം, ആ പഴത്തിൻ്റെ അവൻ എന്താണ് ആവശ്യം അതല്ലേ അവൻ പറയത്തുള്ളൂ, അത് തന്നെയല്ലേ അവൻ മെയിൽ അയക്കത്തുള്ളൂ. അതന്നെ ഇങ്ങനെ വേറെ അയക്കുന്നേ എന്തൊക്കെയാണ് നിന്റെ എടാ ഞാൻ നിന്നോട് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ മേടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നീ മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ വി ആർ വർക്കിംഗ് ഫോർ യു. എങ്ങനെയെങ്കിലും അടുത്ത പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും നിനക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത പ്രോജക്റ്റ് അതായത് വീണ്ടും അവൻ്റെ അതൊരു 35 ലക്ഷം രൂപയുടെ മേടിച്ച് മറ്റേ ഇതുണ്ടല്ലോ ചെവിയിൽ നമ്മൾ ഇച്ചിരി വെള്ളം പോയി കഴിഞ്ഞാൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കുലുക്കി കഴിഞ്ഞാൽ വരും. അതേപോലെ നീ അടുത്തൊരു പ്രോഗ്രാം കൂടെ 35 ലക്ഷം അല്ലെങ്കിൽ 38 ലക്ഷം ഇട്ട് ചെയ്യ്. അപ്പം നിനക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ഞങ്ങൾ വലിയൊരു ഉണ്ടായിട്ട് ഉരുട്ടിത്തരാം. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല. ഏതായാലും FIR ഇട്ടിട്ടുണ്ട്. FIR മൂപ്പൻസ് വ്ലോഗ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഈ ഉയരെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക. ഈ ഷാൻ റഹ്മാനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അദ്ദേഹത്തിന് നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഈ വിഷയത്തിൽ ഇത് കേട്ടിടത്തോളം നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നുള്ള കാര്യം പറയുക. എനിക്ക് 20 ലക്ഷത്തിൻ്റെ കേസ് എന്താണെന്ന് മനസ്സിലായില്ല. സോ ദാറ്റ് മീൻസ് ഇതിനകത്ത് വേറെ എന്തൊക്കെയോ സാധനങ്ങളോട് ദുരൂഹതകളോടുണ്ട്. ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് പുള്ളി 100% അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എഗ്രിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് പുള്ളിയുടെ തെറ്റ് തന്നെ. അത് തല കുത്തിന്നാലും എന്ന് പറഞ്ഞാലും 30-35 ലക്ഷം രൂപ മുടക്കുമ്പോഴത്തേന് എഗ്രിമെൻറ്റ് ചെയ്യാത്ത പുള്ളിയുടെ തെറ്റ് തന്നെ, എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും. ഏതായാലും ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറ്റൊരു കാണുന്നവരെ ബൈ.